ക്ലാസ്സുകളിൽ 1-2 ക്ലാസ്സുകളിലൊക്കെ ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുണ്ട്. അതെന്തിനാ തുടങ്ങിയത്? അത് കുട്ടികൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകി അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കുള്ള പോക്കിനെ തടയുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ 2008-09 ആനന്ദൻ മാഷിന്റെ സമീപനത്തിന്റെ ഒരു തത്വം തന്നെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ ഇംഗ്ലീഷ് മീഡിയം ആവശ്യമില്ല എന്നുള്ളതാണ്. അത് മാഷ് പറയട്ടെ. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ തന്നെ ഞങ്ങൾ ലക്ഷ്യം 2006-07 കാലഘട്ടത്തിലാണ് ഈ തെളിച്ചം സമഗ്ര വിദ്യാഭ്യാസം ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെയാണ് നമ്മൾ ഇൻട്രാക്റ്റീവ് കോഗ്നിറ്റീവ് ഇംഗ്ലീഷ് പഠനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആനന്ദൻ സാറിൻ്റെ പല ലേഖനങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുകയും ആനന്ദൻ സാറിനെ നേരിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് ക്ഷണിക്കുകയും സ്കൂളുകളിൽ നിന്നുള്ള ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു യോഗം, ഒരു ഒത്തുചേരലുണ്ടാകുകയും ആ വെച്ചിട്ട് ആനന്ദൻ സാറിൻ്റെ 3 ദിവസത്തെ പരിശീലനം അവർക്ക് നൽകുകയും ചെയ്തു. എന്നിട്ട് ആനന്ദൻ സാർ തന്നെ ഡെവലപ്പ് ചെയ്ത ടെക്സ്റ്റ് ബുക്കുകൾ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും 1ാം ക്ലാസ്സിൽ ഞങ്ങൾ നൽകി. അതുപോലെ തന്നെ അധ്യാപകർക്ക് അവർക്ക് പഠിപ്പിക്കാൻ ആവശ്യമായ സോഴ്സ് ബുക്കും ആനന്ദൻ സാർ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടായ സാഹചര്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് നമ്മൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്നതിൽ അർത്ഥമില്ല. മറിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മുടെ സാധാരണ വിദ്യാഭ്യാസത്തിന് കൂടെ തന്നെ ഒരു ലാംഗ്വേജ്, ഒരു ഭാഷ എന്നുള്ള രൂപത്തിൽ പഠിക്കുകയും മീഡിയം എന്നുള്ള രൂപത്തിൽ അല്ലാതെ പഠിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംവിധാനങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എന്തിനാണ് ഇംഗ്ലീഷ് മീഡിയം പ്രൈമറി ലെവലിൽ നടത്തുന്നത്? ഇംഗ്ലീഷ് മീഡിയം ഞങ്ങളെ പഞ്ചായത്തിൽ ഇല്ല. ഇംഗ്ലീഷ് മീഡിയം അല്ല സർ, ഇംഗ്ലീഷ് ഭാഷാ പഠനം എന്നാണ് ഉദ്ദേശിച്ചത്. പ്രസിഡന്റ് പറഞ്ഞ് ഞാൻ തെറ്റിദ്ധരിച്ചു, ക്ഷമിക്കണം. മറ്റൊന്ന്, സ്വകാര്യ മേഖലയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. തീർച്ചയായും അതിന് ബദലായിട്ടാണ് ഇതാണ് വേണ്ടത് എന്നാണ് എന്ന് തന്നെയല്ല. ഈ രീതിയിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും കഴിയും. ഇത് മാത്രമല്ല, അവരുടെ പൊതു വിദ്യാഭ്യാസ നിലവാരവും മെച്ചപ്പെടുമെന്നുള്ളൊരു സംശയമില്ല. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ ഒരുപാട് കുട്ടികൾ പിന്നിലായി പോകുന്നത് അവർക്ക് കരിക്കുലം പാഠ്യപദ്ധതി അനുസരിച്ച് കിട്ടേണ്ട പഠന അനുഭവങ്ങൾ മുഴുവൻ സ്കൂളിൽ കിട്ടുന്നില്ല. അതിനെ ഈ സാമ്പത്തിക സൗകര്യമുള്ള രക്ഷകർത്താക്കൾ സപ്ലിമെൻ്റ് ചെയ്യുന്നത് ട്യൂഷൻ അല്ലെങ്കിൽ വീട്ടിൽ വിദ്യാഭ്യാസമുള്ള അച്ഛനമ്മമാരെ സഹായിച്ച്. ഇതൊഴിവാക്കാനായിട്ട് പഠന വീട് എന്നുള്ള ഒരു സ്കീം പല പഞ്ചായത്തുകളും നടപ്പാക്കുന്നുണ്ട്. അതുണ്ടോ നിങ്ങളുടെ പഞ്ചായത്ത്? വൈകുന്നേര സമയത്ത് ഈ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച് പഠനം സംബന്ധിച്ചിട്ടുള്ള സഹായം നൽകാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ട് സർ. അത് ചെയ്യുന്നുണ്ട്. പഠന വീട് ഞങ്ങൾ 20ഓളം പഠന വീടുകൾ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ ഒരു കുടിയേറ്റ മേഖലയായ തോട്ടുമുക്കം, അവിടെയാണ് കുറച്ചുകൂടി വിട്ട് കൂടെ ഇരുന്ന് പഠിക്കാനൊക്കെ സൗകര്യങ്ങൾ കുറഞ്ഞ പ്രദേശം. ആ പ്രദേശത്ത് 20 പഠന വീടുകൾ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ ഏത് തരത്തിലുള്ള കുട്ടികളാണ് വരുന്നത്? വളരെ സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയാണ്. ആരാണ് അവരെ സഹായിക്കുന്നത്, പഠനത്തെ സഹായിക്കുന്നത്? കുടുംബശ്രീ ADSമാരുണ്ട്. ഓരോ വിദ്യാലയത്തിലും അധ്യാപകരും. അധ്യാപകരെ വൈകുന്നേരം പോയി ഇത് ചെയ്യുന്നുണ്ടോ? വളരെ സേവന മനസ്സോടുകൂടി ഓവർ ടൈം ആയിട്ടാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല, ഒരു സേവന മനസ്സിന്റെ ഭാഗമായി. ഈ ഉണർവ് എന്ന് പറഞ്ഞ SC വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനെപ്പറ്റി കുറച്ചുകൂടി ഒന്ന് പറയാമോ? ഉണർവ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് എക്സ്പ്ലോഷർ ട്രിപ്പ്. അതിൻ്റെ ഒരു റിസൾട്ട് പറയാം ഇവിടെ ആദ്യത്തിൽ. SC വിഭാഗത്തിൽപ്പെട്ട കഴിഞ്ഞ തെളിച്ചം വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങിയതിന് ശേഷം SC വിഭാഗത്തിൽ 100% SSLCയുടെ റിസൾട്ട്. SSLCയുടെ റിസൾട്ട്, LP വിഭാഗത്തിലെ റിസൾട്ട്, UP വിഭാഗത്തിലെ റിസൾട്ട്. പെൺകുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനെ പറ്റി പ്രത്യേകം പറഞ്ഞിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പോൾ പെൺകുട്ടികൾക്കും ഈ 100% എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാവുന്ന സംഗതി എന്താ വെച്ചാൽ കൊഴിഞ്ഞുപോക്ക് എന്ന സംഭവം കൊടിയത്തൂർ പഞ്ചായത്തിൽ ഇല്ല. കാരണം ഞങ്ങൾ ഒരു ബദൽ സ്കൂളിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ബദൽ സ്കൂൾ നടത്തേണ്ട കാര്യം ഉണ്ടായിട്ട് വന്നില്ല. ഒരൊറ്റ കുട്ടിയും സ്കൂളിൽ ചേരാതിരിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത് ചേർന്ന കുട്ടികളൊക്കെ തന്നെ നേരത്തെയൊക്കെ ഇടക്കാലത്ത് വിവാഹം ചെയ്ത് കെട്ടിച്ചയച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലും നല്ല അതില്ല എന്നുള്ളത് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. SCയുടെ ഞങ്ങൾക്ക് പറയുന്നത് SC കുട്ടികൾ കഴിഞ്ഞ വർഷം SSLCയിൽ, കഴിഞ്ഞ വർഷം അതിന് മുന്നേ വർഷം SSLCയിൽ 50 കുട്ടികളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിരുന്നത്. 50 കുട്ടികളും ജയിച്ചു എന്നുള്ളതാണ്. തൊട്ട് മുന്നേ വർഷം അങ്ങനെ തന്നെയാണ്, 64 മറ്റോ ആയിരുന്നു, അവരും ജയിക്കേണ്ടായി. അതുപോലെ 1ാം ക്ലാസ് മുതൽ പ്രൈമറിയിലൊക്കെ നമുക്ക് പറയാം, കഴിഞ്ഞ പ്രാവശ്യം SSAക്ക് കൊടുത്ത ഞങ്ങൾ റിപ്പോർട്ട് പ്രൊഫൈൽ പ്രകാരം A+ കിട്ടിയ കുട്ടികൾ 75% കുട്ടികളും 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ 75% കുട്ടികളും A കിട്ടിയ കുട്ടികളാണ്. ബാക്കിയുള്ള കുട്ടികൾ മുഴുവൻ B ആയിരുന്നു എന്നുള്ള. അപ്പോൾ ഞങ്ങൾ SC ആ ഒരു തലത്തിൽ വമ്പിച്ചൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. അതുപോലെ ഞങ്ങൾ ചെയ്ത SC വിദ്യാർത്ഥി നടത്തിയ ഒന്ന് മോട്ടിവേഷൻ. SSLC കുട്ടികൾക്ക്
മോട്ടിവേഷൻ ക്ലാസ് നൽകിയത്. ഈ പ്രത്യേക ഈ ആളുകളെ കൗൺസിലിംഗ് വിദഗ്ധരെ വിളിച്ചിട്ട്. അതുപോലെ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ പരിപാടി നടത്തി. പഠനോപകരണം മേശയും കസേരയും 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും SC വിഭാഗത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഗ്രാമപഞ്ചായത്ത് മുഴുവൻ കുട്ടികൾക്ക് കസേരയും മേശയും കൊടുത്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പഞ്ചായത്ത് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ജനറേഷൻ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഗവൺമെൻറ് സ്കൂൾസിലേ പഠിച്ചിട്ടുള്ളൂ. അന്നൊന്നും പ്രൈവറ്റ് സ്കൂൾസിൽ പോയില്ല. അപ്പം അന്നത്തെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല, ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടാക്കുന്നതാണ് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾ കൊഴിഞ്ഞു പോയിട്ട് പ്രൈവറ്റ് സ്കൂളിൽ മാത്രം പോകുന്നു, കോൺവെൻറ്റിൽ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിന് പ്രധാന റീസൺ അന്ന് ഗവൺമെൻറ് സ്കൂളിലെ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയും. ടീച്ചേഴ്സൊക്കെ പ്രൈവറ്റ് സ്കൂൾസ് ഉണ്ടെങ്കിലും ഗവൺമെൻറ് സ്കൂൾ ടീച്ചേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ നന്നായിരിക്കും. നല്ല ടീച്ചേഴ്സാണ് ഉണ്ടാവുക. സാമ്പത്തികങ്ങൾ കുറച്ചുണ്ടാവുക സാരമില്ല. അപ്പോൾ അങ്ങനെ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് സ്കൂളിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് അത് വളരെ നല്ലതാണ് എന്നുള്ളത്? തീർച്ചയായും പറയാൻ സാധിക്കും. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഞങ്ങൾക്ക് സാധാരണ സർ ഇതിൻ്റെ റിസൾട്ട് പറയുമ്പോൾ 10 ടീച്ചേഴ്സ് പോസ്റ്റ് ഈ വർഷം പുതുതായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, സർക്കാർ അനുവദിച്ച് കിട്ടി. 10 അധ്യാപക തസ്തിക സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിന് അനുപാതികമായ വിദ്യാർത്ഥികളുടെ തിരിച്ചുവരവ് സ്വാഭാവികമായി ഉണ്ടാവണമല്ലോ സർ. എങ്ങനെ സെലക്ട് ചെയ്യുന്നു ടീച്ചേഴ്സിന്? അതിന്റെ സിസ്റ്റം എങ്ങനെ? നിങ്ങളുടെ സ്കൂളിൽ ഗവൺമെന്റ് തന്നെയാണോ അല്ല വേറെ? ഗവൺമെന്റ്. ഞാൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആളായോണ്ട് ചോദിക്കുകയാണ്. ഇവിടെ കണ്ട കൃഷി ലിസ്റ്റിൽ റബ്ബർ കണ്ടു, വാഴ കണ്ടു, കമുക് കണ്ടു. നെൽകൃഷിയുടെ ഒരു ലിസ്റ്റ് എനിക്ക് തന്ന ലിസ്റ്റിൽ കണ്ടേയില്ല. ഇത് നെൽവയൽ നികത്തിയിട്ടാണ് ഇത് വെച്ചത്? ഒരു സംശയം തോന്നിയതാണൊന്ന്. നെൽവയൽ നികത്തിയിട്ടല്ല എന്ന് പറയുന്നത് തെറ്റായിരിക്കും സർ. എന്താണ്? നെൽവയൽ നികത്തിയിട്ടല്ല എന്ന് പറയുന്നത് തെറ്റായിരിക്കും. ഇപ്പോൾ നമ്മൾ KLU ആക്ടിൻ്റെ പുതിയ നെൽവയൽ നീർത്തട സംരക്ഷണ ബില്ല് നിയമം വന്നതിന് ശേഷമുള്ള ഒരു സർവേ റിപ്പോർട്ട് പൂർണ്ണമായും ഞങ്ങൾ ശേഖരിച്ചു CD ആക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. 2008 ശേഷം നികത്തപ്പെട്ടത് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാൻ വേണ്ടി പഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. സ്മാർട്ട് സ്കൂൾസ് നല്ല സ്മാർട്ടായിട്ട് തന്നെ ഇരിക്കുന്നു. പുറം രാജ്യങ്ങളിൽ നമ്മൾ പോയി കാണുന്ന സ്കൂൾസ് ഈ ചെറിയ ക്ലാസ്സിലല്ല ഇതുപോലെ പടങ്ങളും ഭിത്തിയെല്ലാം നല്ല മനോഹരമായിരിക്കുന്നു, അതുപോലെ തന്നെ ഇരിക്കുന്നു എന്നുള്ളത്. എനിക്ക് 1-2 സംശയമുള്ളത്. ഒന്ന് ഈ കുരുവികൾ, ഈ മാഗസിൻ, ഇതിൻ്റെ എഡിറ്റർ ആരാ സർ? കുട്ടികൾ ഇതിൽ ആദ്യഘട്ടത്തെ എഡിറ്റിംഗ് ഒക്കെ നടത്തുന്ന പരിശീലനമൊക്കെ കുട്ടികൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു മാസികാ പ്രവർത്തനത്തിനുള്ള പരിശീലനം കൂടി ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട്. അവരുടെ പേര് ഇതിൽ വെക്കുന്നുണ്ടോ? ഈ മാഗസിൻ്റെ ഇതിൽ അവരുടെ കുട്ടികളുടെ പേര് ഫ്രണ്ട് പേജിലെ നിങ്ങൾ എഡിറ്റേഴ്സും ചീഫ് എഡിറ്ററും എന്ന പേര് ഇവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾ കുട്ടികളുടെ പേര് വെക്കുന്നില്ല. പിന്നെ അതിന്റെ മുഖചിത്രമൊക്കെ വരച്ചത് കുട്ടികൾ തന്നെയാണ്. ഈ ഫ്രണ്ട് ചിത്രം കുട്ടി വരച്ചതാണ്. കുട്ടിയുടെ പേരൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ശരി, അത് കുട്ടിയാണോ നമുക്കറിയില്ല. അന്ന് അവിടെ നിങ്ങൾ ഒന്ന് സ്കൂൾ കുട്ടിയാണെന്നുള്ള ക്ലാസ്സും ഒന്ന് എഴുതാമെങ്കിൽ നമുക്ക് തിരിച്ച് ഞാൻ അതിൽ നോക്കുമായിരുന്നു ലിസ്റ്റിൽ. അതുപോലെ സ്ത്രീകൾ ആ ലിസ്റ്റിലുണ്ടോ? സ്ത്രീകളും അതിൽ ആ ഒരു എഡിറ്റിംഗ് ഇതിൽ ഇല്ല എന്നുള്ളൊരു തോന്നല എനിക്ക് പേരുകൾ കണ്ടിട്ട്. മാഡം, മുഖചിത്രം ഷാദിയ P GMUP സ്കൂൾ കുടിയത്തൂർ അത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതൊന്നും എനിക്കൊന്ന് കൂടുതൽ ശ്രദ്ധിച്ചാൽ, കാരണം കുട്ടികൾക്ക് അതിലോ കൂടുതൽ ഓണർഷിപ്പ്, അവരുടെ പേര് വരുന്നു ആ ഫ്രണ്ട് പേജിൽ, എൻ്റെ ചുമതലയാണെന്നുള്ള ആ ഫീലിംഗ്, ആ മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അതൊന്ന് സജസ്റ്റ് ചെയ്തതെന്നുള്ളത്. ഫിലിം കണ്ടപ്പം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും 2 സൈഡിലായിട്ട് ഇരുത്തിയേക്കുന്നത്. എനിക്ക് തോന്നി കൊച്ചു ക്ലാസ്സിൽ നമ്മൾ അത്രയും 2 സൈഡിലായിട്ട് ഇരുത്തേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. അവരെ ഒരുമിച്ചൊന്ന് ഇരുത്തുന്നത് ഒരു സജഷനായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി അത് കണ്ടപ്പം. കാരണം നിങ്ങൾ സ്മാർട്ട് ആവാൻ, സ്മാർട്ടിനൊരു ലിമിറ്റ് ഉണ്ട്. എന്നാലും ഈ അടുത്തിരുന്നുകൊണ്ട് കുട്ടികൾ അങ്ങനെ വളരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കൊച്ചു ക്ലാസ്സിലെങ്കിലും അവർ അടുത്തിരുന്നുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. വളരെ ശ്രദ്ധേയമായ ഹൃദയഹാരിയായ ഒരു പദ്ധതിയാണ് നിങ്ങളുടെ തെളിച്ചം പദ്ധതി. അതിൽ ആ ഒരു സംശയമില്ല. എനിക്ക് ചോദിക്കാനുള്ളത് വളരെ പ്രാഥമികമായ ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ പലതരത്തിലുള്ള സമസ്യകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ മേഖലയിലാണ് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം ഇങ്ങനൊരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരേണ്ടത് എന്ന തീരുമാനത്തിൻ്റെ പിന്നിൽ എന്തായിരുന്നു ഉണ്ടായത്? 2006 ഞങ്ങളൊരു വിദ്യാലയം കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ വീക്ഷണന്മാർ, അധ്യാപകർ, രക്ഷിതാക്കൾ, കുട്ടികൾ, കാർഷിക മേഖലയായാലും മറ്റേതൊരു മേഖലയായാലും വികസനം വേണമെങ്കിൽ ഇന്ന് ആഗോളതലത്തിലുള്ളൊരു മത്സരത്തിൻ്റെ ഭാഗമായേ പറ്റൂ. അത് വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത് ഗുണനിലവാരമുള്ള സമഗ്ര വിദ്യാഭ്യാസം കുട്ടികളിൽ എത്തിക്കുക എന്നതായിരിക്കും ദീർഘവീക്ഷണമുള്ള ഒരു ഭരണസമിതിക്ക് ചെയ്യേണ്ടത് എന്നൊരു
തോന്നലാണ് ഞങ്ങളെ ഈ ഒരു വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാനുണ്ടായത്. നിങ്ങൾ ഏറ്റവും ഫ്ലാഗ്ഷിപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിട്ട് വികസിപ്പിക്കേണ്ടത് വിദ്യാഭ്യാസമാണെന്നുള്ള തീരുമാനത്തിലെത്തുക.